ADGP വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ ഘടകകക്ഷികളുടെ അഭിപ്രായത്തിന് വേണ്ടത്ര പരിഗണന? എല്ലാ പരിഗണനയും എല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് LDFന്റെ ഇന്നലത്തെ യോഗം തീരുമാനിച്ചത്. LDFന്റെ യോഗം ഇന്നലെ തിരുവനന്തപുരത്തേക്ക് സെന്ററിൽ ചേർന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ആ യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് വന്നത്. സീതാറാം യെച്ചൂരിയുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി ഇവിടെ ഇപ്പോഴെത്തിച്ചേർന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ADGPയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം DGP ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോഴ് അന്വേഷിച്ചു വരികയാണ്. ഒരു മാസത്തെ കാലാവധിയാണ് അന്വേഷണത്തിന് നൽകിയിട്ടുള്ളത്. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും അന്വേഷിക്കുക എന്നുള്ളതാണ് നിലപാട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ചത്. ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് ADGPക്കെതിരെ. അതേസമയം അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ഉയർന്നു വന്ന ഏത് ആരോപണവും ഇപ്പോഴത്തെ അന്വേഷണത്തിനുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എന്തൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ഉന്നയിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുക എന്നുള്ളതാണ് DGPയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു നയപരമായ വിഷയമാണല്ലോ. സർക്കാരിന് ഇതിലൊരു തീരുമാനമെടുത്ത് സർക്കാരിന് തീരുമാനമാണ് എടുത്തത്. അതല്ലേ പറഞ്ഞത്. നയപരമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പട്ടികയിലാണല്ലോ ADGP വരുന്നത്. DGP കഴിഞ്ഞാൽ അതിന്റെ തൊട്ട താഴത്തുള്ള ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ADGPമാരാണ്. ആ ADGPമാരുടെ ഭാഗമായിട്ട് ഉയർന്നു വന്ന വിമർശനം, അതുപോലെ ആരോപണം, ആക്ഷേപം എല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി DGPയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ ഫലപ്രദമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കണം എന്നും തീരുമാനിച്ചു. അതിനു മുമ്പ് അവിടുത്തെ പത്തനംതിട്ടയിൽ ഇപ്പോഴുണ്ടായിരുന്ന SP അവിടെ മുമ്പ് മലപ്പുറത്ത് SP ആയിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്ന പ്രശ്നം അതേപോലെ തന്നെ DGP അന്വേഷിച്ചു. റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചു. ഉടനെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു. ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെന്റിനില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷിച്ചോട്ടെ, അതൊക്കെ അന്വേഷിക്കല്ലേ. ആരും വിശ്വജിന്റെ പേരൊന്നും പറഞ്ഞില്ല. ഞാൻ പത്രം വായിച്ചു രാവിലെ. ഒന്നും പറഞ്ഞില്ല, അതിലൊന്നും പറഞ്ഞിട്ടില്ല. അത് നോക്കാം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ നടപടി കമ്പനി തരട്ടെ. അതൊന്നുമില്ല, അസാധാരണമൊന്നുമില്ല, സാധാരണമായ സംവിധാനമാണ്. സ്ഥാനത്ത് മാറ്റുക എന്നുള്ളത് നടപടിയുടെ ഒരു ഭാഗമാണ്. നടപടി തുടങ്ങിയിട്ടില്ല, അതാ പ്രശ്നം. നിങ്ങൾക്ക് കുറെ ആളുകൾക്കും മാധ്യമങ്ങൾക്കും നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുക. ആ വാർത്ത അനുസരിച്ച് പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെന്റും നീങ്ങുക. അങ്ങനെ നീങ്ങുന്നില്ല എങ്കിൽ എന്തോ വലിയ അപകടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കുക. അതിന്റെ മേലെ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക. കേക്ക് ഇനി അമ്മതിരിയുള്ള ചർച്ചക്കൊന്നും ഞങ്ങൾ വരേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. ആ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത്. എഴുതി നൽകിയ ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷിക്കും. ഉന്നയിച്ചത് പാർട്ടിക്കകത്ത് ഉന്നയിക്കുന്ന രീതി പറയുന്നുണ്ട്. പരാതികൾ പരിഗണിക്കേണ്ട ഒരു ആവശ്യമില്ലേ? പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്ന ഒരാളെ അല്ല, PV അൻവർ ശശിക്കെതിരായിട്ട് ഓരോ ആരോപണവും ഇന്നേ വരെ എഴുതി പാർട്ടിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല. ഒരു പ്രതിസന്ധിയില്ല. നിങ്ങൾക്കല്ലേ പ്രതിസന്ധി നിങ്ങൾ സൃഷ്ടിച്ച വാർത്തക്ക് അനുകൂലമായ തീരുമാനം വരുന്നില്ല എന്നുള്ള പ്രതിസന്ധിയാണ്. ഒന്ന് വ്യക്തമാക്കട്ടെ. നിങ്ങളിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രതിസന്ധി. ആർക്കാ പ്രതിസന്ധി? നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുക, മാധ്യമ ശൃംഖലയിലെ ചില ആളുകൾ ഒരു വാർത്ത ഉണ്ടാക്കുക, ആ വാർത്ത രാജ്യത്തിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ച വാർത്തയും ഗവൺമെന്റ് തീരുമാനവും തമ്മിൽ യോജിപ്പില്ല. നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയും ഗവൺമെന്റ് തീരുമാനവും തമ്മിൽ യോജിപ്പില്ലാതെ എല്ലാ നിങ്ങൾ തീരുമാനിച്ച വാർത്തയും പ്രതിസന്ധി പാർട്ടിയെയും ഗവൺമെന്റിനെയും സൃഷ്ടിക്കുന്നുവെന്ന് നിങ്ങൾ സ്വയം തന്നെ പ്രഖ്യാപിക്കുക. അത് കേൾക്ക് പറഞ്ഞിട്ട് തീർന്നിട്ടില്ല മതിയല്ലോ, പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ല, ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല.
അപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്നത് നിങ്ങൾക്കാണ് പ്രതിസന്ധി. ആർക്ക്? കള്ളവാർത്ത സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാർത്ത ഉണ്ടാക്കുകയും ആ വാർത്തക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെന്റ് നീങ്ങുകയും ചെയ്യാതിരിക്കുന്ന പ്രതിസന്ധി നിങ്ങൾക്കാണ്. ഗവൺമെന്റിന് പ്രതിസന്ധിയില്ല, പാർട്ടിക്കും പ്രതിസന്ധിയില്ല. അതുകൂടി വ്യക്തമാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും നിങ്ങളുടെ എല്ലാം പദപ്രയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ഈ പ്രതിസന്ധി എന്നുള്ള പ്രയോഗം. അല്ല, അത് ഞങ്ങൾ അന്വേഷിക്കുമല്ലോ, പൂർണ്ണമായിട്ട് അന്വേഷിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിനെന്താ സംശയമുള്ളത്? അതിൽ പ്രതിസന്ധിയില്ലല്ലോ. അത് കൃത്യമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് പരിശോധിക്കാൻ വേണ്ടി DGPയെ തന്നെ ചുമതലപ്പെടുത്തി. അവിടെ പിന്നെ വെറുതെ പ്രതിസന്ധി വന്നിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ലേ? ശരിയായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ കാണാനും ഉള്ളതുപോലെ റിപ്പോർട്ട് ചെയ്യാനും ഉള്ളതുപോലെ ജനങ്ങളിൽ അവതരിപ്പിക്കുന്നതിനും പകരം വളച്ചുകെട്ടി ഇല്ലാതെ ഉണ്ടാക്കി അതുപോലെ തന്നെ അർദ്ധസത്യങ്ങളെ സത്യങ്ങളാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണവർഗത്തിന് വേണ്ടി. ആ ഭരണവർഗത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ദല്ലാൽ പണിയെ നിങ്ങളെ എല്ലാവരും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താ പറഞ്ഞാൽ അത് സിമ്പിളായി പറയാൻ. രണ്ട് RSS നേതാക്കളെ നേരിട്ട് ADGP കണ്ടു അത് ADGP സമ്മതിക്കുന്നു. ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട ഒരു MLA ADGPയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ. ഇനി ഞാൻ ലളിതമായ ഉത്തരം പറഞ്ഞാൽ പോരെ ലളിതമായിട്ട് ഉത്തരം ഇതാണ്. ADGP RSSന്റെ രണ്ട് നേതാക്കന്മാരെ കണ്ടിരിക്കുന്നു എന്നുള്ളത് വാർത്തയായിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ പിന്നിൽ എന്താണ് എന്ന കാര്യമാണല്ലോ അന്വേഷിക്കേണ്ടത്. കണ്ടു എന്ന് പറഞ്ഞതിന് പിന്നെ പറയുന്നവർ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയിൽ അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ച് വരും. ഒരു മാസം വേണം. അതാ ഞാൻ പറഞ്ഞു, അൻവർ ഉന്നയിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ല. പിന്നെ ഘടകകക്ഷി പറയേണ്ടത് ഞങ്ങളെ പാർലമെന്റ് പാർട്ടി പറഞ്ഞു ശക്തിയായിട്ട് ഉന്നയിക്കുക എന്ന് പറയുന്ന നടത്തുന്ന നല്ല ഭാഷയിൽ ശക്തിയായ പ്രയോഗത്തില്ല. ഒരു എതിർപ്പും ആരും അറിയിച്ചില്ല. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ഇന്നലെ LDF യോഗം തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാ പിന്നെ പ്രശ്നം? ഒരു മാസം അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു ദിവസത്തേതല്ല, നിയമപരവും ഭരണഘടനാപരവും ഉൾപ്പെടെയായ നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ അതിന് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യമാണ്. ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ നിലപാട് സ്വീകരിക്കും. ഇത് ഞങ്ങളെ എല്ലാ ദിവസവും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെടുകയും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാണ് ഇന്നലെ വരെ പിന്നെ വെറുതെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശുദ്ധ അസംബന്ധവും കള്ളത്തരവും പ്രചരിപ്പിക്കുന്നു. കള്ളത്തരം കേക്ക് അത്തരം പ്രചരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണമാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനമില്ല. ശുദ്ധ അസംബന്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അസംബന്ധം പ്രചരിപ്പിച്ചതിന് ന്യായീകരണം കിട്ടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെയും എന്നെയും ബന്ധപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അസംബന്ധങ്ങളിൽ കുറെ അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങൾ പത്രത്തിന്റെ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ദൗത്യവും ധർമ്മമുണ്ട്. ആ ധർമ്മം ഗൗരവം ആലോചിക്കുക. എവിടുന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നത് കൊണ്ടുവന്നിട്ട് വിളമ്പുക, എന്നിട്ട് അതിന്റെ മേലെ കഥയുണ്ടാക്കുക. ആ കഥക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറുപടി ഇല്ലാതിരിക്കുക. അപ്പോൾ പ്രതിസന്ധി ഞങ്ങൾ കാണുന്നത് എന്നുള്ള പ്രചരണം നടത്തുക. ഇത് തെറ്റായ പ്രചാരശൈലിയാണ്. തെറ്റ് തിരുത്തുക വേണ്ടി ഞങ്ങൾ തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തുന്നുണ്ടല്ലോ. ഞാനതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. അത് നിങ്ങൾ ഇതേപോലെ തന്നെയാണ് കള്ളപ്രചരണം. അതാ ഞാൻ പറഞ്ഞത്. PV അൻവർ പറഞ്ഞു, ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞത് കള്ളപ്രചരണമാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും കളവ് പറയാനാണ് ഇഷ്ടം. ഞാൻ ഇവിടെ തന്നെ നിങ്ങൾ പറഞ്ഞെന്നാ PV അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവപൂർണമായി അന്വേഷിക്കാൻ ADGPയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് DGPയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞത്? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ അസംബന്ധം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞത് അസംബന്ധമല്ലേ? അല്ലാന്ന് പിന്നെന്താ? ചോദ്യാസംബന്ധമാണ്. പിന്നെന്താ? അസംബന്ധ ചോദ്യം ചോദിക്കുക, എന്നിട്ട് അസംബന്ധ ചോദ്യത്തിന് ഞാൻ അസംബന്ധ ഉത്തരം പറയണം.
എന്നിട്ട് ആ അസംബന്ധ ഉത്തരം രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കണം. എന്നിട്ട് എന്നെ പറ്റി ഇതാ അസംബന്ധ ഉത്തരം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പാർട്ടി ഇതിൽ പരിശോധന നടത്തില്ല എന്നാണ്. പാർട്ടികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഇനി പരിശോധിക്കും. കാരണം എഴുതി അതല്ലേ പറഞ്ഞത്, എല്ലാം പരിശോധിക്കും, എഴുതും പരിശോധിക്കും, അല്ലാതെ ഒക്കെ പരിശോധിക്കും. പാർട്ടി പരിശോധിക്കും. പിന്നെന്താ പാർട്ടി പരിശോധിക്കുന്നില്ല, നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, എഴുതി കിട്ടിയില്ല. അതുകൊണ്ട് പരിശോധിക്കേണ്ട ഇല്ല എന്നാണ് പറഞ്ഞത്. പരിശോധിക്കേണ്ടതില്ല. അത് പൊതുവാക്കണ്ട.